വി ഡി സതീശൻ പറഞ്ഞിരുന്നു, ഇടതുപക്ഷവും പ്രതിപക്ഷവുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ശക്തിയായിട്ട് ഉയർത്തിയപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് ഞങ്ങളപ്പോഴേ പ്രതികരിച്ചു. ഏത് ബോംബും വരാൻ പോകുന്നതല്ല, UDF-ന്റെ തലയിലാണ് വീഴുക. ഞങ്ങൾക്കതിലൊരു ഉത്കണ്ഠയില്ല എന്നൊന്ന് തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ സതീശൻ പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണ് എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബോംബ് രൂപപ്പെട്ടത്. ഷൈൻ ടീച്ചർക്കെതിരായിട്ടും അതുപോലെ തന്നെ ഒരു MLA-യും ചേർത്തുകൊണ്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കള്ളപ്രചാരകരാണ് ഒരുതരം ജീർണമായ UDF മനസ്സുകൾ. അത് ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. വലതുപക്ഷ രാഷ്ട്രീയം ഇത്രയേറെ ജീർണമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ എറണാകുളത്തെ MLA-ക്കും അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കുമെതിരായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങളോടും. കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിക്കുന്ന ഒന്നല്ല.